ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് അല്പസമയത്തിനകം തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കും. കൊച്ചിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവനടിയുടെ പരാതിയിൽ ജനുവരിയിലായിരുന്നു സംഭവം. 28-ാം തീയതി പോലീസിന് നൽകിയ പരാതിക്ക് ശേഷം ഇന്ന് 3-ാം ദിവസം അറസ്റ്റ് എന്ന രീതിയിലേക്ക് കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാഹുൽ, ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായിരിക്കും തുടർ നടപടികൾ? എപ്പോഴേക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്? ഇന്നിപ്പോൾ എന്തായാലും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ മാത്രമേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയുള്ളൂ. നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമായിരിക്കാം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇന്നിപ്പോൾ എന്തായാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ 11:30 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത്തരമൊരു നടപടി ഉണ്ടാകേണ്ടതുണ്ടോ? നാളെ മാത്രം കോടതിയിൽ ഡയറക്റ്റ് ഹാജരാക്കിയാൽ പോരെ എന്നുള്ളൊരു തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും ഈ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കാലതാമസം ഉണ്ടാകാതെ, മാധ്യമങ്ങൾക്ക് വിവരം രഹസ്യമായി പോലും ലഭിക്കാതെ, ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച പറ്റിയെന്ന് ഒരു അണുവിട പോലും കുറ്റം സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പോലീസ് രഞ്ജിത്തിനെ ഒരു പീഡന പരാതിയിൽ മേൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പുണ്ടായിരുന്ന ആ കേസിനെ പറ്റി പറയുമ്പോൾ ആ കേസ് രണ്ടും നിലവിലില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. മുൻപുണ്ടായിരുന്ന 2 പീഡന പരാതികളിലും ലൈംഗിക അതിക്രമ കേസിലും രഞ്ജിത്തിന്റെ കേസ് കോടതി ക്വാഷ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കുന്നതല്ല. ആ 2 കേസ് ഉണ്ടായപ്പോഴും ആ ഘട്ടത്തിലൊന്നും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഒളിവിൽ പോകാനുള്ള സമയം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള സമയം ലഭിച്ചിരുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ എണ്ണി പറയാവുന്ന വിധത്തിലേക്ക് ആ കേസുകളുടെ ഒരു പശ്ചാത്തലം മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിൽ കൂടിയും അത്തരത്തിലൊരു സാഹചര്യം, അത്തരത്തിലൊരു വിമർശനം പോലീസിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസ് ഇത്തവണ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം DGPയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി സെൻട്രൽ പോലീസ് ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ആ രഹസ്യമൊഴിയിൽ കഴമ്പുണ്ട്. ഈ ജനുവരി മാസം ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിന്റെ ലൊക്കേഷനിൽ വെച്ച്, ക്യാരവനിൽ വെച്ച് പീഡന ശ്രമം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വസ്തുത ഉണ്ട്, കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 30-ാം തീയതി ഈ യുവതിയുടെ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിന് വിവരം ലഭിച്ചു. ഇന്ന് അദ്ദേഹം കോട്ടയത്ത് സിനിമാ ചിത്രീകരണത്തിലായിരുന്നു. അവിടെ നിന്ന് ചിത്രീകരണ ലൊക്കേഷനിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ആ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് അപേക്ഷ നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാലതാമസം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ അഭിനേതാക്കൾക്കൊപ്പം തന്നെ, അതായത് ബോബി കുര്യൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതാണ്, അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, കട്ടപ്പനയാണ് ബോബി കുര്യന്റെ നാട്, അങ്ങോട്ടേക്ക് തന്നെ കടന്നേക്കാം എന്നുള്ളൊരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ കൃത്യമായ റഡാറിലായിരുന്നു ഈ രഞ്ജിത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പോലീസിന് അയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തൊടുപുഴയിൽ നിന്ന് മുട്ടത്ത് വെച്ച് കൃത്യമായിട്ട് തൊടുപുഴ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ഈ വാഹനവും അതുപോലെ തന്നെ രഞ്ജിത്തിനെയും ബോബി കുര്യനെയും വാഹനത്തിലുണ്ടായിരുന്ന മറ്റാളുകളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. അതായത് ഈ രഞ്ജിത്ത് ഇടുക്കിയിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവി തൊടുപുഴ പോലീസിനോട് ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പാലിക്കണമെന്നും പറഞ്ഞിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.